നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ മകളുടെ മാസപ്പടി അഴിമതി കേസ് അന്വേഷിക്കാനെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ തടയുകയും അവരുടെ കാർ ആക്രമിക്കുകയും അവരെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ കേരള പോലീസിന് മെല്ലെപ്പൊക്കിനെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് തികഞ്ഞ അതൃപ്തിയാണ്. അവർ വിശദമായ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇങ്ങനെ പോയാൽ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടേക്കും, അതുകൊണ്ട് കേസ് അന്വേഷണം ഏറ്റെടുക്കണം എന്ന ആഗ്രഹം കേന്ദ്ര ഏജൻസികളോട് അവർ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതിന് സാങ്കേതികമായ ചില തടസ്സങ്ങൾ ബാക്കിയുണ്ട് എന്നതാണ് നിർണായകം. കേരളത്തിൽ നടന്ന ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയെക്കുറിച്ച് സ്വമേധയാ കേന്ദ്ര ഏജൻസിക്ക് കേസ് ഏറ്റെടുക്കാൻ സാധ്യമല്ല. ഒന്നുകിൽ 2 സംസ്ഥാനങ്ങൾ അതിൽ ഇൻവോൾവ് ചെയ്യണം, അല്ലെങ്കിൽ കേന്ദ്ര ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ക്രൈം ആവണം. ഇവിടെ ED ഉദ്യോഗസ്ഥർ കേന്ദ്ര ഉദ്യോഗസ്ഥരാണെങ്കിലും അവർ ആക്രമിക്കപ്പെട്ടത് കേരളത്തിലാണ്. അതുകൊണ്ട് ഒന്നുകിൽ സർക്കാർ വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ കോടതി ഉത്തരവിടണം. കോടതിയിലും നൂലാമാലകൾ ഏറെയുണ്ട്. അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് CBIയെ ഏൽപ്പിക്കണം എന്നാവശ്യപ്പെട്ട് കേരള സർക്കാരിന് കത്ത് കൊടുക്കുമെന്നാണ് റിപ്പോർട്ട്. ഒരു ക്രൈം നടന്നാൽ അതിലെ വിക്ടിമിനെ ഇരയ്ക്ക് ഇത്തരം ഒരു ആവശ്യം സർക്കാരിന് മുമ്പിൽ വയ്ക്കാൻ കഴിയും. എന്നാൽ സർക്കാർ അത് അംഗീകരിക്കുമോ എന്ന് കണ്ടറിയണം. ഇവിടെ ആക്രമിക്കപ്പെട്ടത് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരും ആക്രമിച്ചത് CPMകാരും ഭരിക്കുന്നത് UDFകാരുമാണെങ്കിലും CPMന് ഇക്കാര്യത്തിൽ അങ്ങനെ അങ്ങ് ബലി കൊടുക്കേണ്ട എന്നാണ് UDFന് തീരുമാനം. UDF സർക്കാരിൻ്റെ ആ ഒരു ഉദാസീനത കൊണ്ട് തന്നെയാണ് വാസ്തവത്തിൽ കേന്ദ്ര ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടത്. ED വിവരം അറിയിക്കാത്തത് കൊണ്ടാണ് തങ്ങൾ പോവാത്തത് എന്നാണ് പോലീസ് പറയുന്നത്. റെയ്ഡിന് അവരെത്തുമ്പോഴായിരുന്നു ആക്രമണമെങ്കിൽ അത് നിലനിൽക്കുന്ന വാദമായിരുന്നു. എന്നാൽ ആക്രമിക്കപ്പെട്ടത് മണിക്കൂറുകൾക്ക് ശേഷം റെയ്ഡ് കഴിഞ്ഞ് മടങ്ങി വരുന്ന ഉദ്യോഗസ്ഥരെയാണ്. എന്തുകൊണ്ടാണ് നൂറുകണക്കിന് ആളുകൾ അവിടെ കൂടിയപ്പോൾ ആക്രമണ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് പോലീസ് സന്നാഹം ഒരുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് അത്രയും സുപ്രധാനമായ ഒരു സംഭവം ഉണ്ടായിട്ട് സിറ്റി പോലീസ് കമ്മീഷണോ റേഞ്ച് IGയോ ക്രമസമാധാന ചുമതലയുള്ള ADGPയോ സ്ഥലത്തെത്താതിരുന്നത് ആദ്യഘട്ടത്തിൽ? എന്തുകൊണ്ടാണ് CPM നേതാവ് കൂടിയായ സ്ഥലം SHOയ്ക്ക് ഇത് കൈകാര്യം ചെയ്യാൻ അനുമതി വിട്ടുകൊടുത്തത്? സ്ഥലം SHO ആയിരുന്ന CPM പോലീസ് ഓഫീസേഴ്സ് യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്ന പ്രശാന്ത് എന്ന ഉദ്യോഗസ്ഥൻ അവിടെ കൂടിയ CPM നേതാക്കളോട് കുശലം പറഞ്ഞ് എന്തോ സാധാരണ കാഴ്ച പോലെ നിൽക്കുകയായിരുന്നു. ആക്രമിക്കപ്പെട്ടപ്പോൾ കൂടെ നിന്ന് അതിന് പിന്തുണ കൊടുക്കുകയല്ലാതെ ആക്രമണം തടയാൻ ഒരു നീക്കവും നടന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ED പറയുന്നത് ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, ഈ ഗൂഢാലോചനക്കാരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടക്കണമെന്ന്. എന്നാൽ അത്തരമൊരു സമീപനം കേരള പോലീസിനില്ല എന്ന് തീർച്ചപ്പെടുത്തുന്ന പല സംഭവങ്ങളുമാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. ഒന്നാമത്തത്, ED ആക്രമിച്ച സംഭവം അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ SITക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. ശ്രദ്ധിക്കണം, സർക്കാരല്ല, പോലീസാണ് രൂപം കൊടുത്തിരിക്കുന്നത്. സർക്കാർ അതേക്കുറിച്ചൊരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. സിറ്റി പോലീസ് കമ്മീഷൻ ഔദ്യോഗികമായി പറഞ്ഞത് കന്റോൺമെന്റ് ACPയുടെ നേതൃത്വത്തിൽ സിറ്റിയിലെ 5 SHOമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം എന്നാണ്. 5 SHOമാർ അതിലുണ്ടെങ്കിലും കന്റോൺമെന്റ് ACPയാണ് മേൽനോട്ടം കൊടുക്കുന്നതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ മ്യൂസിയം SHO പ്രശാന്താണ്. അതായത് മ്യൂസിയം SHO പ്രശാന്തിന്റെ നേതൃത്വത്തിലാണ് വാസ്തവത്തിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് അന്വേഷിക്കുന്നത്. ആരാണ് ഈ പ്രശാന്ത്? ഈ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചവരിൽ ഒരാളായി കാണേണ്ടയാളാണ്. സർവീസിൽ കയറി ഇതുവരെ യൂണിഫോം ഇട്ട് പണിയെടുത്തിട്ടില്ലാത്ത ആളാണ്. കഴിഞ്ഞ 10 വർഷം സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞ് യൂണിഫോം ഇടാതെ സർക്കാരിന് വേണ്ടി വിടുപണി ചെയ്ത് സംഘടനാ പ്രവർത്തനം നടത്തിയ ആളാണ്. അയാൾക്ക് എങ്ങനെയാണ് കേസ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല എന്നോർക്കണം. ആ പ്രശാന്താണ് ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഈ പ്രശാന്ത് മാത്രമല്ല, നിലവിലുള്ള SHOമാർ ഒന്നും തന്നെ ഈ സർക്കാർ വന്നതിന് ശേഷം മാറ്റപ്പെട്ടവരല്ല. DGPയും ADGPമാരും റേഞ്ച് IGമാരും അടക്കം പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനും സ്ഥലം മാറ്റമുണ്ടായിട്ടില്ല. ആകെ സ്ഥലമാറ്റമുണ്ടായത് ഈ പ്രശാന്തിനെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി എന്നത് മാത്രമാണ്. ആ പ്രശാന്ത് കേസ് അന്വേഷിച്ചാൽ CPMകാർ കുറ്റക്കാരാണെന്ന് പറയുമോ? ഒരിക്കലുമില്ല. കേസ് അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ ഉണ്ടാക്കിയതും CPMകാരായ പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിന് ഭാഗമാക്കിയതെന്നും തീർച്ച. ഇനി മറ്റൊരു കാര്യം കൂടി പരിശോധിക്കണം. ED ഉദ്യോഗസ്ഥർ മാത്രമാണ് ആക്രമിക്കപ്പെട്ടത്. അവിടെ കൂടിയിരുന്ന പോലീസുകാർ ആക്രമിക്കപ്പെട്ടില്ല. പോലീസുകാർ കയ്യും കെട്ടി അക്രമികളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ദൃശ്യങ്ങൾ ലഭ്യമാണ്. എന്നാൽ പോലീസ് ഇപ്പോൾ 2 കേസാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ്, രണ്ടാമത്തേത് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ്. ഇതൊരു വലിയ ഗൂഢാലോചനയാണ്. ED ഉദ്യോഗസ്ഥർ മാത്രം ആക്രമിക്കപ്പെട്ടപ്പോൾ ഈ ആക്രമണത്തിന് കൂട്ടുനിന്ന പോലീസുകാർ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് കേസെടുക്കുന്നത് ഈ ആക്രമണത്തിന് ആഹ്വാനം നൽകിയ CPM നേതാക്കളെ രക്ഷിച്ചെടുക്കാനാണ്. ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ടാൽ അവർക്ക് ജാമ്യം ലഭിക്കില്ല എന്ന് തീർച്ചയാണ്. ഇത് സംസ്ഥാനത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണെന്നാണ് ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട്
ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് പ്രഖ്യാപിച്ചത്. ഈ കാഴ്ച എല്ലാവരും കണ്ടതുകൊണ്ട് തന്നെ ഈ കേസിൽ പ്രതി ചേർക്കപ്പെടുന്ന ആർക്കും ജാമ്യം ലഭിക്കില്ല എന്നുറപ്പാണ്. 300 പേർക്കെതിരെയാണ് കേസെടുത്തതെങ്കിലും 25 പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അവരുടെ കാര്യം കട്ടപ്പുകയാണ്. അവരാരും ഉടനെങ്ങും പുറത്തിറങ്ങില്ല. എന്നാൽ ED പറയുന്നു ഇതിന് പിന്നെ ഗൂഢാലോചന അന്വേഷിക്കണം. പാർട്ടി നേതൃത്വത്തിന് പങ്കുണ്ട്. പാർട്ടി നേതാക്കൾ അറിഞ്ഞുകൊണ്ടാണ് ഗൂഢാലോചന നടത്തിയത്. മാത്രമല്ല പലയിടത്തും പാർട്ടി നേതാക്കൾ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അവരെ കൂടി പ്രതി ചേർക്കണം എന്നാവശ്യപ്പെടുമ്പോൾ നേരിടാൻ പോകുന്ന പ്രതിസന്ധി അവരും ജാമ്യമില്ലാതെ അകത്ത് കിടക്കേണ്ടി വരും. ഈ സാഹചര്യത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചു എന്ന പേരിൽ മറ്റൊരു കേസ് ഫ്രെയിം ചെയ്യുന്നത്. ആ കേസിലെ ആദ്യ പ്രതിയായി SFIയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വിജയ് വിമലിനെ ചേർത്ത് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായി. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു, ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകളിട്ടുള്ള കേസുകൾക്ക് ജാമ്യം കിട്ടുക എളുപ്പമാണ്. വിജയ് വിമലിനെ ആദ്യം തന്നെ ജാമ്യം കിട്ടിയെന്ന് വരാം. ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്തു എന്ന് ED ആരോപിക്കുന്ന CPM നേതാക്കളെ പ്രതി ചേർക്കേണ്ട സാഹചര്യമുണ്ടായാൽ, കോടതിയിൽ നിന്നും സമ്മർദ്ദമുണ്ടായാൽ അവരെ രണ്ടാമത്തെ കേസിൽ പ്രതി ചേർത്ത് എത്രയും വേഗം ജാമ്യമെടുത്ത് പുറത്തിറക്കാനാണ് ഗൂഢാലോചന. അതേ VD സതീശൻ അധികാരമേറ്റെടുത്ത് 3ാമത്തെ ആഴ്ചയിലേക്ക് ഭരണം കടന്നിട്ടും കേരള പോലീസിനെ നയിക്കുന്നത് പിണറായി നിയോഗിച്ച പോലീസുകാരാണ്. അതിൻ്റെ ഭാഗമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. വാസ്തവത്തിൽ ഇവർക്ക് എവിടെയാണ് വിവേകബുദ്ധി എന്ന് മാത്രം പിടികിട്ടുന്നില്ല. ഇനി വരാൻ പോകുന്ന 5 വർഷം UDF സർക്കാരിനെ തിരുവനന്തപുരത്ത് ഏറ്റവും അധികം തലവേദന ഉണ്ടാക്കാൻ ഇടയുള്ള 300 പേർക്കെതിരെയാണ് കേസെടുക്കാൻ തീരുമാനമായിരിക്കുന്നത്. ഒരു വിധത്തിലാണ് ഗുണ്ടകളടക്കമുള്ള ഏതാണ്ട് 500 പേരെ പിണറായി വിജയന്റെ വസതിക്ക് മുമ്പിൽ എത്തിച്ചത്. അവരൊക്കെ പ്രതികളുമായി. ഇവരെ കണ്ടുപിടിച്ച് ജയിലിലടച്ചാൽ ഇനി വരുന്ന 5 വർഷം ഇവിടെ സുഖമായി കഴിയാം എന്ന തിരിച്ചറിവ് മാത്രം മതി വാസ്തവത്തിൽ ഈ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പ് കൂടുതൽ താല്പര്യം കാണിക്കാൻ. ഇവർ വരാൻ പോകുന്ന 5 വർഷം ഈ സർക്കാരിന് തലവേദന ഉണ്ടാക്കാൻ ഇടയുള്ളവരാണ്. ഇവരങ്ങ് ജയിലിലായി പോയി കഴിഞ്ഞാൽ ഞൊടിയിടയിൽ തലസ്ഥാനത്ത് ആക്രമണം ഉണ്ടാക്കാൻ പറ്റിയ സംഘത്തെ ഇവർക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഒരു പ്രേക്ഷകൻ എനിക്ക് അയച്ച ഒരു ചെറിയ കത്ത് വായിച്ച് കേൾപ്പിക്കാം. സർക്കാരിന്റെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും വേണമെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കാം. സർ, TVM ED കേസിൽ 300 പേർ ഉണ്ടെന്ന് പറയുന്നു. 26 പേർ അറസ്റ്റിലായി. ഏത് വിധേയനെയും ബാക്കിയുള്ളവരെ മുഴുവനും പേരെ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഒരുപക്ഷെ കേരളത്തിൽ ഇനിയുള്ള 5 വർഷം സമാധാനം കുറച്ചെങ്കിലും ഉണ്ടാവും. കാരണം ഈ 300 പേരായിരിക്കും ഇനിയുള്ള എല്ലാ ആക്രമണത്തിനും ചുക്കാൻ പിടിക്കുക. ഇത് ED കേസായതുകൊണ്ട് എളുപ്പം മൂരാൻ പറ്റില്ല. സ്റ്റേറ്റിന് എഗെയിൻസ്റ്റ് ആണെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് അവർ രക്ഷപ്പെട്ടേക്കാം. പക്ഷേ അഗെയിൻസ്റ്റ് സെൻട്രൽ ഗവൺമെൻറ് അങ്ങനെയല്ല. അതുകൊണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഉഴപ്പൊന്നെന്ന് തോന്നിയാൽ എന്നെ പോലുള്ള ഏജൻസിയെ അന്വേഷണം ഏൽപ്പിക്കണമെന്ന് വേണ്ടി താങ്കൾ ശക്തമായി ഇടപെടണം. RCക്കും VDക്കുമെല്ലാം ഈ അന്വേഷണം അത് അവരുടെ നേർക്ക് കൂടി വരുമെന്നതുകൊണ്ട് ഇഷ്ടമല്ലെന്ന് താങ്കൾക്കറിയാമല്ലോ. വാസ്തവത്തിൽ ED അങ്ങ് ഞെളിയേണ്ട എന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. പക്ഷേ സുഗമമായി ഭരിക്കണമെങ്കിൽ ഇവരെ ഈ കേസിൽ പിടിച്ച് അകത്തിടുക മാത്രമാണ് സർക്കാരിന് മുമ്പിലുള്ള ഏറ്റവും എളുപ്പ വഴി.